അങ്ങനെ നമ്മുടെ ആനവണ്ടി ചീയപ്പാറ വാളറ വാട്ടർഫോൾസിന് ശേഷം മൂന്നാർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. കറക്റ്റ് 11:30 AM കൂടിയിട്ട് മൂന്നാറിൽ എത്തി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദൃശ്യവിസ്മയകരമായ കാഴ്ചകളാണ്. പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ അനുഭൂതിയിലൂടെ നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ മറയൂർ റോഡിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണാം പോണ വഴിക്കുള്ള കാഴ്ചകളും എല്ലാം അല്ലേ. അതുപോലെ തന്നെ വലതുഭാഗത്ത് നമ്മളിപ്പോൾ കാണാം VHSS ഗവൺമെൻറ് VHSS മൂന്നാറിലെ കണ്ടു. ഇത് നമ്മുടെ മറയൂർ എത്തുന്നതിന് മുന്നേ കണ്ടൊരു വ്യൂ. അധികം മോശമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ KSRTC ചർച്ചയിൽ വന്നപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം അടുത്ത ടൂർ പ്ലാനിൽ മാറ്റം വരുത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ ആളുകളൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിന് മാറ്റം വരുത്തണം, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരണം. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ, അപ്പോൾ നിങ്ങൾ അത് സ്നേഹപൂർവ്വം അത് ഏറ്റെടുത്തിട്ട് മാറ്റം വരുത്തണമെന്ന്. എന്തായാലും മറയൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 കാട്ടുപോത്തിനെ കണ്ടു. അപ്പോൾ അവിടെ ആനവണ്ടി അവിടെ ചവിട്ടി നിർത്തി. അത് കുറച്ചു നേരം 2 കാട്ടുപോത്ത്, കൊമ്പൻ കാട്ടുപോത്താണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചു നേരം അവരെയൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ നിർത്തിയതിന് ശേഷമാണ് പിന്നെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് കേരളത്തിൻ്റെ കാശ്മീർ എന്നൊക്കെ പറയുന്ന നമ്മുടെ കാന്തല്ലൂരിൻ്റെ ഒരു മെയിൻ ഗേറ്റിലേക്കാണ് പ്രവേശനം. ആദ്യം അവിടെ ഗ്രീൻ കാന്തല്ലൂർ, ക്ലീൻ കാന്തല്ലൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മെയിൻ ബോർഡിൽ. അപ്പോൾ നമ്മളത് കീപ്പ് ചെയ്യാം. നമ്മളാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. നമ്മൾ വരുന്നവർ പ്ലാസ്റ്റിക് കുപ്പികൾ, വേസ്റ്റുകളൊന്നും വലിച്ചെറിയാണ്ട് നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കണം. ഇതാണ് ഗേറ്റ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മുനിയറയാണ്. പക്ഷെ ഇവിടേക്ക് പോണ കുറച്ച് വളവുകളുണ്ട്, വളരെ റിസ്കി ആയിട്ടുള്ള കുറച്ച് വളവുകളാണ്. അപ്പോൾ അത് നമ്മുടെ ഗിരീഷേട്ടൻ പോകുമ്പോൾ ഓടിച്ചത് ഗിരീഷേട്ടനാണ്. അപ്പോൾ ആള് വളരെ സേഫ്റ്റി ആയിട്ട് സുരക്ഷിതത്തോടെയാണ് വളരെ ഇതിൽ തിരിച്ചത്. വളവിലൊക്കെ തിരിച്ചെടുത്തു വളരെ മനോഹരമായിട്ട് തന്നെ. അത് കാണാൻ തന്നെ രസമാണ്. അത്രയധികം റിസ്ക് ഉണ്ട് കേട്ടോ, എന്നാലും അത് വളരെ സേഫാക്കിയിട്ട് ആളെടുത്തത്. അതാണ് നമ്മുടെ മുനിയറ നിൽക്കുന്ന ആ സ്ഥലം. മുനിയറകളുണ്ട്. അപ്പോൾ കുറേയൊക്കെ പോയെടുക്കണം. അവിടുത്തെ മുനിമാർ അവിടെ തപസ് അനുഷ്ഠിച്ചു എന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്, കുറേ വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ നമ്മൾ 360 ഡിഗ്രിയിൽ ഒരു വ്യൂ ആണ് ഇതിൻ്റെ അടുത്തൊരു ഭംഗി എന്ന് പറയുന്നത്. ആ ഒരു വ്യൂ പോയിന്റ് പ്രധാനപ്പെട്ടത് തന്നെയാണ് അവിടെ. മുന്നേ ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നും വന്നിരുന്നില്ല. ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഇവിടെ വരണം എന്തായാലും. ആ ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാവുന്നതാണ്. യാത്രയിലെ നമ്മുടെ അവസാനത്തെ വ്യൂ പോയിന്റ് ആണ് ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥലം. അത് ട്രക്കിംഗ് ആണ്. ജീപ്പിലാണ് നമ്മൾ അവിടേക്ക് പോവുക. കാന്തല്ലൂർ സെന്ററിൽ നിന്ന് കുറച്ചടുത്ത് തന്നെയാണ്. വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. പറയേണ്ട തന്നെയുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും
2 ഏറുമാടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് ഏറുമാടത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയിൽ കൂടെ നമ്മുടെ യാത്രക്കാരിൽ ചിലർ അതിനെ പോകുന്നുണ്ട്. അപ്പോൾ അത് എങ്ങോട്ടാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഒരു വ്യൂ പോയിന്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ യാത്ര, ആ സൈഡിൽ കൂടെ വഴിയൂടെ ഞാനും ഒന്ന് കടന്നുപോയി. ഇതാണ് ആ വഴി. അങ്ങനെ ഒരു പാറയുടെ സൈഡിൽ കൂടെ ഒരു വഴി. അതിനെ പോയപ്പോൾ കണ്ട കാഴ്ച അതിഗംഭീരമായൊരു കാഴ്ച തന്നെയാണ്. നമ്മുടെ മേഘങ്ങൾ, ആനമുടി മലനിരകൾക്ക് മേതെ വന്ന് ഇടിച്ചു നിൽക്കുന്ന ദൃശ്യം കാണുവാൻ തന്നെ ഗംഭീരമായിരുന്നു. പ്രകൃതി അടുത്തറിയാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ ഈ പാറയുടെയൊക്കെ സൈഡിൽ കുറേ സമയം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റി. ചൂട് ബജ്ജി തന്നെയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അതും ഈ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ പാക്കേജിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മളൊരു 5 മണി 5:30 കൂടിയിട്ട് ഇവിടുന്ന് തിരിച്ച് നമ്മൾ ചാലക്കുടിയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനി രാത്രിയിലുള്ള എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും. ഞാൻ 1-2 മൃഗങ്ങളെ കണ്ടു, മാനിനൊക്കെ കാണാൻ കഴിഞ്ഞു. അതും നല്ല രസമായിരുന്നു രാത്രിയിൽ വരുമ്പോഴുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് റിലാക്സ് വിത്ത് SK.